ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് ഒല്ലൂരിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്താണ് പി.കെ. വേലായുധേട്ടൻ, അതുപോലെ തന്നെ കെ.എ. മാധവേട്ടൻ എന്നീ സഖാക്കള് ത്യാഗോജ്വലമായ പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ, കേരളത്തിലെ ഏറ്റവും വലിയ ഇടവകളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കത്തോലിക്കർക്ക് ശക്തമായ സാന്നിധ്യമുള്ളൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ ചിന്നറോം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടികുത്താൻ പോലും അനുവദിക്കാതിരുന്നൊരിടം. ചെങ്കൊടി പിടിച്ചാൽ കൈവെട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സ്ഥലം. ഇന്ന് ഈ പ്രദേശം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. പ്രദേശം ഉൾപ്പെടുന്ന കോർപ്പറേഷൻ വാർഡുകളും പഞ്ചായത്തുകൾ ഭൂരിപക്ഷവും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒല്ലൂരിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം CPIM ആണ്. ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് CPIM ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഒല്ലൂരിലെ ലോക്കൽ സെക്രട്ടറി ബിജുവേട്ടനാണ്. CPM-കാരൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് ഒല്ലൂരിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്താണ് പി.കെ. വേലായുധേട്ടൻ, അതുപോലെ തന്നെ കെ.എ. മാധവേട്ടൻ എന്നീ സഖാക്കള് ത്യാഗോജ്വലമായ പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത്. അങ്ങനെ രംഗത്ത് വന്ന് അവര് നടത്തിയ സമര പ്രക്ഷോഭങ്ങൾ മരക്കമ്പനി തൊഴിലാളികളെയും ഓട്ടുകമ്പനി തൊഴിലാളികളെയും കാളവണ്ടി തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് അവരുടെ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ ആ സഖാക്കളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ ഒല്ലൂരിലെ. നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയരായവരാണ് നേരത്തെ ഞാൻ പറഞ്ഞ സഖാക്കൾ. അതിലെ പി.കെ. വേലായുധേട്ടൻ നട്ടെല്ലിന് കോൺഗ്രസ്സുകാർ നടത്തിയ ഇരുളിന്റെ മറവിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായി നട്ടെല്ലിന് പരിക്കേറ്റ് 46 വർഷക്കാലം നടക്കാൻ കഴിയാതെ വീട്ടിലെ ചെയറിൽ ഇരുന്നു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനവും. കഴിഞ്ഞ 10 വർഷം മുൻപാണ് ആള് നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. അതുപോലെ മാധവേട്ടൻ, ഈ വേലായുധേട്ടന് കുത്തേറ്റ അക്രമ സംഭവത്തിന്റെ ഒപ്പം തന്നെ കുത്തേറ്റ ഒരു വ്യക്തിയാണ് വേലായുധേട്ടൻ. അതുപോലെ വേറെ പല സഖാക്കളും ഇതോടൊപ്പം ഉള്ള സഖാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിലരൊക്കെ നമ്മളെ വിട്ട് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ചിന്നറോമ എന്നറിയപ്പെടുന്ന ഒല്ലൂര് പട്ടണ പ്രദേശത്ത് CPM ഇന്ന് കാണുന്ന രീതിയിലുള്ള വളർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതേകാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, ബാലി കേറാമല. LDF-നും CPM-നും ഒക്കെ ബാലി കേറാമല ആയിരുന്നു എന്നാണ്. അതിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ട് പഞ്ചായത്തുകൾ അതുപോലെ കോർപ്പറേഷന്റെ ഭാഗങ്ങളുമായി എത്രത്തോളം അത് നമുക്ക് പ്രകടമായി കാണാവുന്ന രീതിയിൽ തന്നെയുള്ള മാറ്റം അതിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒല്ലൂർ പഞ്ചായത്ത് കോർപ്പറേഷന്റെ ഒരു ഭാഗമായി മാറി. ഇപ്പോൾ ഒല്ലൂർ പഞ്ചായത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, മാധവേട്ടൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ CPM-ന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി ഒല്ലൂർ പഞ്ചായത്തിലുള്ള വികസന പ്രവർത്തന അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ CPM നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിന്റെ കാലഘട്ടത്തിൽ മുതൽ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെയാണ് പുത്തൂര് പഞ്ചായത്ത്. നേരത്തെ സൂചിപ്പിച്ചതാണ്, പുത്തൂർ പഞ്ചായത്ത് മലയോര പഞ്ചായത്തും കൂടിയായിട്ടുള്ള UDF-ന്റെ നേരത്തെ പറഞ്ഞൊരു ബാലികേറാമല എന്ന രീതിയിൽ ഇടതുപക്ഷം ബാധിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പൊ തുടർച്ചയായി ഇടതുപക്ഷം CPM-ന്റെ മിനി ഉണ്ണികൃഷ്ണൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി 2 ടേം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ആ രീതിയിൽ വലിയ വികസനം, ജനങ്ങളുടെ ആവശ്യമാണ് വികസനം, ജനങ്ങളുടെ സംരക്ഷണം ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ്. CPM ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ അത് ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ഒല്ലൂരിലെ കുപ്പിക്കഴുത്ത്, ആ കുപ്പിക്കഴുത്ത് മാറ്റുന്നതിന് മന്ത്രിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി LDF ഗവൺമെന്റ് അല്ലെങ്കിൽ കിഫ്ബി വഴി 55,17,00,000 രൂപ മാറ്റിവെച്ചു കഴിഞ്ഞു. അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ ആ സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി ഇതിന്റെ ഭാഗമായി കാണാം. നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ കൃത്യമായ ഇടപെടലുകൾ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടുന്ന ഇടപെടലുകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഒരു മതവിഭാഗത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുറേ ജനവിഭാഗങ്ങളായിരുന്നു ഈ വിഭാഗം ആളുകൾ. അവരുടെ ഇടയിലേക്ക് നിരന്തരമായ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി തന്നെയാണ്
അതിൽ പല ആളുകൾക്കും CPM-നോട് അനുഭാവം ഉണ്ടാകുന്നത്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് നേരത്തെ ആ കോൺഗ്രസിന്റെ അക്രമത്തിനിരയായിട്ടുള്ള ആ സഖാവായിട്ടുള്ള മാധവേട്ടന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ പഞ്ചായത്ത്, പഴയ ഒല്ലൂർ പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് വരുന്നത്. CPM-ന്റെ നേതാവായിട്ടുള്ള മാധവേട്ടന്റെ വളരെ ശക്തമായ ഇടപെടലോടുകൂടി, പാർട്ടിയുടെ കൂടി ഇടപെടലോടുകൂടിയാണ് 2 ടൈം മാധവേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഭരണം നടത്തിയത്. ആ കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന ഒല്ലൂരിലെ പല വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചത്, ആരംഭിച്ചത്. ജനകീയ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്തുകൊണ്ട് മാധവേട്ടൻ നേതൃത്വം കൊടുത്ത ആ കമ്മിറ്റിയാണ് ഒല്ലൂരിൽ ആദ്യമായി ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചുകൊണ്ടൊരു മേൽപ്പാലം നിർമ്മിച്ചത്. ഒല്ലൂരിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക്, ആധുനിക രീതിയിലേക്കുള്ള പല സംവിധാനങ്ങളും കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നത് ഈ CPM-ന്റെ കൃത്യമായ ഇടപെടലോടെ മാധവേട്ടന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ വർഗീസ് കണ്ടംകുളത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ആ ഘട്ടത്തിൽ ഈ വികസന പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഇടപെടൽ, CPM-ന്റെ ഏരിയ സെക്രട്ടറി ആകുന്നതുവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് വർഗീസ് കണ്ടംകുളത്തി നടത്തിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളുടെയും കൂടി ഭാഗമാണ് ഇന്ന് കാണുന്ന വികസന രീതിയിലേക്ക് എത്തുന്നതിന് അടിത്തറയിട്ടതും പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും എന്നും കൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാം. സാധാരണ ജനങ്ങൾക്ക് അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ആശ്രയിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഓടിച്ചെന്ന് ഒരു ദിവസം രാത്രി തലചായ്ക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് CPM. കാരണം എല്ലാവരുടെയും സഹായമുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞ കാര്യം, അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വന്നാൽ അവർക്ക് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമ്പോൾ ഒരു ഇടം, ആ ഇടമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കുന്നത്, സംഘടിപ്പിക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പാർട്ടി ആഫീസ്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഈ ആഫീസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് KP പോള്, അതുപോലെ തന്നെ വർഗീസ് കണ്ടംകുളത്തി ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈ ആഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചും പാർട്ടി പ്രവർത്തകർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം കൊടുത്തുകൊണ്ടുമാണ് ഈ ആഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവിധ വിഭാഗത്തിലുള്ള ആളുകളും കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല ജീവനക്കാരായ, പല രംഗത്തെ ജീവനക്കാർ നമ്മൾ ആവശ്യപ്പെടുന്ന സംഖ്യ, അതിൽ കൂടുതൽ തരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായി. അവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗ ആളുകൾ, അവര് UDF-ന്റെ ആളുകൾ ഉണ്ടാകാം, അവരെല്ലാവരും ഒരേ മനസ്സോടു കൂടി ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള മനോഹരമായ അഭിമാനത്തോടെ നമുക്കത് പറയാൻ കഴിയും. ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഓരോ ദിവസവും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമങ്ങൾക്കൊക്കെ വിധേയമായിട്ടാണ് ആദ്യകാല സഖാക്കളിൽ പ്രവേശിച്ചത്. അവിടെ നിന്നൊക്കെ ചെങ്കോടി ഉയർന്നു നിൽക്കുന്ന ഒരു ഉല്ലൂരാണ് ഇപ്പോഴുള്ളത്. എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ നേരത്തെ പറഞ്ഞ സഖാക്കളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള എന്നെ ഞാനാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം തന്നെയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത് 24ാമത്തെ വയസ്സിലാണ് വരുന്നത്. അന്നു മുതൽ ഇന്നു മുതൽ ഇപ്പോഴും പാർട്ടിയോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുക. ഒല്ലൂരിലെ 88 വയസ്സായ തങ്കമ്മ ചേച്ചി പാടിയ പോലെ, ചെങ്കൊടി പാറുകില്ല എന്ന് വമ്പ് പറഞ്ഞവരെ കണ്ണു തുറന്നു നോക്കൂ, പാറുന്നു ചെങ്കൊടി നാട് നീളെ. അതാണ് ഇന്ന് ഒല്ലൂരിന്റെ അവസ്ഥ.